അങ്ങേക്കാരാധന. ആത്മാവിൽ നിറയുന്ന ആരാധന. നന്ദിയോടെ വന്നിടുന്നങ്ങയെ ആരാധനയ്ക്കെന്നും യോഗ്യനേ. നന്ദിയോടെ വന്നിടുന്നങ്ങയെ ആരാധനയ്ക്കെന്നും യോഗ്യനേ. അങ്ങ് സ്തുതിക്കു യോഗ്യൻ, എല്ലാ പുകഴ്ചകൾക്കും സർവമഹത്വത്തിനും യോഗ്യൻ നീ മാത്രമേ. അങ്ങ് സ്തുതിക്കു യോഗ്യൻ, എല്ലാ പുകഴ്ചകൾക്കും സർവമഹത്വത്തിനും യോഗ്യൻ നീ മാത്രമേ. സ്തുതികൾക്കു യോഗ്യനേ, ആരാധിപ്പാൻ യോഗ്യനേ. മഹത്വത്തിനുറവിടമേ, സർവ്വതും സൃഷ്ടിച്ച പരനേ. സ്തുതികൾക്കു യോഗ്യനേ, ആരാധിപ്പാൻ യോഗ്യനേ. മഹത്വത്തിനുറവിടമേ, സർവ്വതും സൃഷ്ടിച്ച പരനേ. അങ്ങ് സ്തുതിക്കു യോഗ്യൻ, എല്ലാ പുകഴ്ചകൾക്കും സർവമഹത്വത്തിനും യോഗ്യൻ നീ മാത്രമേ. അങ്ങ് സ്തുതിക്കു യോഗ്യൻ, എല്ലാ പുകഴ്ചകൾക്കും സർവമഹത്വത്തിനും യോഗ്യൻ നീ മാത്രമേ. കടലിന്മേൽ നടന്നവനേ, അത്ഭുതങ്ങൾ ചെയ്തവനേ, ചെങ്കടൽ പിളർന്നവനേ, ഇസ്രായേലിൻ രാജാവേ. കടലിന്മേൽ നടന്നവനേ, അത്ഭുതങ്ങൾ ചെയ്തവനേ, ചെങ്കടൽ പിളർന്നവനേ, ഇസ്രായേലിൻ രാജാവേ. അങ്ങ് സ്തുതിക്കു യോഗ്യൻ, എല്ലാ പുകഴ്ചകൾക്കും സർവമഹത്വത്തിനും യോഗ്യൻ നീ മാത്രമേ. അങ്ങ് സ്തുതിക്കു യോഗ്യൻ, എല്ലാ പുകഴ്ചകൾക്കും സർവമഹത്വത്തിനും യോഗ്യൻ നീ മാത്രമേ. ജീവന്റെ ഉറവിടമേ, എന്റെ രക്ഷയിൻ പാറയേ, കൃപയും കരുണയുള്ളോനേ, എന്നെ വീണ്ടെടുത്തവനേ. ജീവന്റെ ഉറവിടമേ, എന്റെ രക്ഷയിൻ പാറയേ, കൃപയും കരുണയുള്ളോനേ, എന്നെ വീണ്ടെടുത്തവനേ. അങ്ങ് സ്തുതിക്കു യോഗ്യൻ, എല്ലാ പുകഴ്ചകൾക്കും സർവമഹത്വത്തിനും യോഗ്യൻ നീ മാത്രമേ. അങ്ങ് സ്തുതിക്കു യോഗ്യൻ, എല്ലാ പുകഴ്ചകൾക്കും സർവമഹത്വത്തിനും യോഗ്യൻ നീ മാത്രമേ. ആരാധന അങ്ങേക്കാരാധന.
ആരാധന ആത്മാവിൽ നിറയുന്നു ആരാധന ആരാധന അങ്ങേക്ക് ആരാധന ആത്മാവിൽ നിറയുന്നു ആരാധന നന്ദിയോടെ വാഴ്ത്തിടുന്ന ആരാധനയ്ക്ക് യോഗ്യനേ നന്ദിയോടെ വാഴ്ത്തിടുന്ന ആരാധനയ്ക്ക് യോഗ്യനേ അങ്ങ് സ്തുതിക്കു യോഗ്യൻ എല്ലാ പുകഴ്ചകൾക്കും സർവമഹത്വത്തിനും യോഗ്യൻ നീ മാത്രമേ അങ്ങ് സ്തുതിക്കു യോഗ്യൻ എല്ലാ പുകഴ്ചകൾക്കും സർവമഹത്വത്തിനും യോഗ്യൻ നീ മാത്രമേ അങ്ങ് സ്തുതിക്കു യോഗ്യൻ എല്ലാ പുകഴ്ചകൾക്കും സർവമഹത്വത്തിനും യോഗ്യൻ നീ മാത്രമേ അങ്ങ് സ്തുതിക്കു യോഗ്യൻ എല്ലാ പുകഴ്ചകൾക്കും സർവമഹത്വത്തിനും യോഗ്യൻ നീ മാത്രമേ. സദൃശ്യവാക്യങ്ങൾ 14-14 വാക്യം. ഹൃദയത്തിൽ വിശ്വാസത്യാഗമുള്ളവന് തന്റെ നടപ്പിൽ മടുപ്പ് വരും, നല്ല മനുഷ്യനോ തന്റെ പ്രവൃത്തിയാൽ തന്നെ തൃപ്തി വരും. ജീവവചനത്തിന്റെ പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഹൃദയം ഉറങ്ങിപ്പോകരുത് എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കുന്നത്. കൂടപ്പിറപ്പുകളെ, വിശ്വാസം ഹൃദയത്തിൽ നിന്ന് ത്യജിച്ചു കളയുന്നവൻ വിശ്വാസത്യാഗിയാണ്. ഭക്തിയുള്ള മനുഷ്യന് അവരുടെ ഹൃദയത്തിലെ വിശ്വാസത്തിന് മങ്ങലേൽക്കരുത് എന്നുള്ളൊരു കാര്യം തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഹൃദയത്തിൽ വിശ്വാസം ത്യജിച്ചവൻ തൻ്റെ ആത്മീയ ജീവിത നടപ്പിൽ മടുപ്പുള്ളവനായിത്തീരും. അവൻ്റെ ആശയെല്ലാം അറ്റുപോകുന്നു. എന്നാൽ നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിൽ വിശ്വാസം കുറയാൻ ഒട്ടും സമ്മതിക്കുകയില്ല. അവൻ്റെ ഹൃദയം എപ്പോഴും വിശ്വാസം കൊണ്ട് ഉണർന്നിരിക്കുന്നു. ഹൃദയത്തിൽ വിശ്വാസം കുറഞ്ഞാൽ അവൻ ആത്മീയ ഉറക്കത്തിലേക്ക് വീഴുകയാണ്. ഹൃദയത്തിൽ വിശ്വാസത്യാഗം ഉളവാകാൻ ഇടയാക്കാതെ സൂക്ഷിക്കുമെങ്കിൽ അവൻ്റെ ഹൃദയം ഉണർന്നിരിക്കുകയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം. ശാരീരിക ക്ഷീണം കൊണ്ട് ഒരു യഥാർത്ഥ വിശ്വാസിയായ മനുഷ്യൻ ഉറങ്ങിപ്പോയാലും അവൻ്റെ ഹൃദയം ഉറങ്ങുന്നില്ല. അവൻ്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. ശരീരം ബലഹീനമായി തീരുന്ന സാഹചര്യം മനുഷ്യ സഹജമാണ്. ആ നേരം മനുഷ്യൻ ഉറങ്ങിപ്പോകും. അപ്പോഴും ഹൃദയത്തിൽ വിശ്വാസവും പ്രത്യാശയും നിറച്ചിരിക്കുന്നവൻ്റെ ഹൃദയം ഉറങ്ങാതെ കാത്തിരിക്കുന്നു. കാരണം അവനൊരു ശബ്ദം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അത് പ്രാണപ്രിയന്റെ സ്വരമാണ്. അവൻ്റെ ശരീരം ബലഹീനമാണെങ്കിലും ആത്മാവും ഹൃദയവും ഒരുക്കമുള്ളതാണ്. ഉത്തമഗീതത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഞാൻ ഉറങ്ങുന്നു എങ്കിലും എൻ്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു, വാതിൽക്കൽ മുട്ടുന്ന എൻ്റെ പ്രിയന്റെ സ്വരം. പ്രിയരെ, നടപ്പിൽ മടുപ്പുണ്ടാകാതെ നടപ്പിനെ സൂക്ഷിച്ച വിശ്വാസി ശരീരത്തിന് ഉറക്കം ആവശ്യമുള്ളവനെങ്കിലും അവൻ്റെ ഹൃദയം ഉറങ്ങാതെ ഉണർന്നിരിക്കുന്നത് അവനൊരു വാഗ്ദത്തമുള്ളത് കൊണ്ടാണ്. അവനൊരു സ്വരം കേൾക്കുവാൻ കാത്തിരിക്കുന്നവനായതുകൊണ്ടാണ്. പ്രാണപ്രിയനായ യേശു ക്രിസ്തു നൽകിയ വാഗ്ദത്തം, ഞാൻ വേഗം വരും, ഞാൻ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും എന്നുള്ള ആ വാഗ്ദത്തം. ആ വാഗ്ദത്ത പ്രകാരം പ്രിയൻ വന്ന് വാതിൽക്കൽ മുട്ടും. ആ മുട്ടുന്ന സ്വരം കേൾക്കണമെങ്കിൽ ഹൃദയത്തിൽ ജാഗ്രതയുണ്ടാകണം. എഴുന്നേറ്റ് വാതിൽ തുറക്കുവാൻ തക്കവണ്ണം പ്രിയന്റെ സ്വരം കേൾക്കുവാൻ കഴിയണം. പ്രിയൻ എപ്പോഴാണ് കടന്നു വരുന്നതെന്ന് അറിയായിക കൊണ്ട് എപ്പോൾ വന്നാലും അവന് വേണ്ടി തുറക്കുവാൻ കാന്തയ്ക്ക് കഴിയണം. അതിനുവേണ്ടി അവൾ ഉറങ്ങിപ്പോയാലും അവളുടെ ഹൃദയം ഉണർന്നിരിക്കേണ്ടത് ആവശ്യമാകിയാൽ തൻ്റെ ഉണർന്നിരിക്കുന്ന
പ്രവർത്തനനിരതമായ ജീവിത സാഹചര്യങ്ങളിൽ തൻ്റെ നടപ്പിന് ക്ഷീണം ഭവിക്കാതെ, നടപ്പിൽ മടുപ്പ് തോന്നാതിരിക്കണം. അതിനാൽ അവൾ തൻ്റെ ഹൃദയത്തിൽ വിശ്വാസം നിറയ്ക്കുന്നു. എന്തു വന്നാലും തൻ്റെ വിശ്വാസം ത്യജിക്കുവാനിടയാകാതെ സൂക്ഷിക്കുന്നു. പ്രിയരെ, ഹൃദയം ഉറങ്ങുന്ന അവസ്ഥയാണെങ്കിൽ അത് ആത്മിക നിഷ്ക്രിയാവസ്ഥയുടെ മൂർധന്യാവസ്ഥയായി തീരും. ശരീരവും ഹൃദയവും ഒരുപോലെ ഉറങ്ങുന്നുവെങ്കിൽ അത് ജഡീകതയുടെ പാരമ്യമാണ്. വിശ്വാസിയുടെ ഹൃദയം എപ്പോഴും ഉണർന്നിരിക്കുവാൻ തക്ക പാകത്തിൽ ആക്കിയെടുക്കുവാൻ ഓരോ ദൈവപൈതലിനും ഇടയാകണം. പ്രിയരെ, ഹൃദയത്തിൽ വിശ്വാസത്യാഗം ഉണ്ടാകുവാൻ അനുവദിക്കരുത്. ഹൃദയം ഉണർന്നിരിക്കുന്നെങ്കിൽ എപ്പോഴും ചിന്ത, എൻ്റെ പ്രിയൻ എപ്പോഴാണ് വരിക, എൻ്റെ പ്രിയൻ എപ്പോഴാണ് എന്നെ വിളിക്കുന്നത് എന്നതായിരിക്കും. ആ ഒരു ആത്മീയ നിലവാരത്തിലേക്ക് ഒരു വിശ്വാസി പ്രവേശിക്കപ്പെടണം. അങ്ങനെയുള്ളവർ എപ്പോഴും കരുതിയിരിക്കുന്നവരാണ്. അവർക്കറിയാം, പ്രിയൻ വരുമ്പോൾ ഹൃദയം ഉറങ്ങിപ്പോയാൽ ആരും എന്നെ ഉണർത്തുവാനുണ്ടാകുകയില്ല. എൻ്റെ ഹൃദയം ഉണർന്നിരുന്നാൽ ഞാൻ ഉണർത്തപ്പെടും. ശാരീരിക ഉറക്കത്തിലും ഉണർച്ച അനുഭവമാകുന്ന ഒരു ആത്മിക ജീവിത നിലവാരം, അതായിരിക്കണം പ്രിയരെ ഒരു ദൈവപൈതലിൻ്റെ യഥാർത്ഥ ആത്മിക അവസ്ഥ. ഹൃദയം ഉണർന്നിരിക്കുക എന്നത് എപ്പോഴും ഒരുങ്ങിയിരിക്കുന്നതിനെ കാണിക്കുന്നതാണ്. മണവാളൻ്റെ വരവ് കാത്ത് 10 കന്യകമാർ വിളക്കിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്നു. മണവാളൻ്റെ വരവ് വൈകിയപ്പോൾ ക്ഷീണിതരായ 10 പേരും മയങ്ങി. അവരുടെ മയക്കത്തിൽ മണവാളൻ വന്നെങ്കിലും അതിൽ ബുദ്ധിയുള്ള 5 പേരാണ് ഹൃദയം ഉറങ്ങാത്തവരായി വിളി കേട്ട് പ്രതികരിച്ചത്. അവർ ഒരുക്കമുള്ളവരായിരുന്നു. അവർ ഉറങ്ങിയെങ്കിലും എണ്ണ ആവശ്യത്തിന് കരുതി ഒരുങ്ങി കാത്തിരിക്കുന്നവരായിരുന്നു. അർദ്ധരാത്രിക്ക് മണവാളൻ വന്ന് മണവാളന് വേണ്ടി വാതിൽ തുറന്ന 5 പേർ പ്രകാശം പരത്തുന്ന വിളക്കോടുകൂടി തങ്ങളുടെ പ്രിയനെ എതിരേൽക്കുവാനിടയായി. ഹൃദയത്തിൽ വിശ്വാസത്യാഗം സംഭവിച്ച ബാക്കി 5 പേർ അവരുടെ നടപ്പിൽ മടുപ്പ് തോന്നിത്തുടങ്ങിയവർ, അവരുടെ മാത്രം ചിന്താഗതിയിൽ പ്രവർത്തിച്ചവർ, വിളക്കിൽ എണ്ണ തീർന്നാലും സാരമില്ല, എണ്ണയുടെ കരുതൽ കയ്യിലുണ്ട് എന്നുറപ്പില്ലാത്തവർ, ഉറപ്പ് വരുത്താത്തവർ, ലജ്ജിക്കപ്പെടേണ്ടി വന്നു. കൂടപ്പിറപ്പുകളെ, ശരീരം ബലഹീനമാകുമ്പോൾ ഉറങ്ങിപ്പോകാം. എന്നാൽ ഹൃദയത്തിൽ ഉറക്കം പിടിക്കാതെ നാം സൂക്ഷിക്കുക. ഹൃദയത്തിൽ നിന്നും വിശ്വാസം ത്യജിച്ച് കളയരുത്. ഉറക്കത്തിലും ഉണർച്ചയുള്ളവരായി, ഹൃദയം ഉണർന്നിരിക്കുന്നവരായി ഏതു സമയവും വരാൻ പോകുന്ന പ്രിയന്റെ സ്വരം കേൾക്കുവാൻ ഒരുങ്ങിയിരിക്കുക. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം ശ്രദ്ധയോടെ കേട്ട് ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് നൽകി തന്ന ഈ നല്ല അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം. വചനം കേട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്നിൻ്റെതായ മറുപടികളും വിടുതലുകളും കൊടുത്ത് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എപ്പോഴും ഹൃദയം ഉണർന്നിരിക്കുന്നവരായി, ആത്മാവിൽ ഒരുക്കമുള്ളവരായി, പ്രാണപ്രിയൻ്റെ വരവിന് വേണ്ടി പ്രാണപ്രിയൻ്റെ സ്വരം കേൾക്കണമെന്നുള്ള ആഗ്രഹത്തോടെ ആയിരിക്കുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹൃദയത്തിൽ വിശ്വാസത്യാഗം കയറുവാൻ ഇടയാകാതെ ഞങ്ങളെ തന്നെ സൂക്ഷിക്കുന്നവരായി തീരുവാനും ഞങ്ങളെ സഹായിക്കണം. സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളുടെ മേൽ ഇന്നിൻ്റെതായ മറുപടികളും വിടുതലുകളും സ്വർഗീയ ദാനങ്ങളും പകർന്നു കൊടുത്ത് അനുഗ്രഹിച്ചാട്ട് കർത്താവെ, മഹത്വം അങ്ങയ്ക്ക് മാത്രം അർപ്പിക്കുന്നു. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിന് ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്ന അപ്പച്ച, ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവിൻ്റെ വരവടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. സ്തുതിക്കു യോഗ്യൻ എല്ലാ പുകഴ്ചകൾക്കും സർവമഹത്വത്തിനും യോഗ്യൻ നീ മാത്രമേ. ജീവന്റെ ഉറവിടമേ, എന്റെ രക്ഷയിൻ പാറയേ,
ജീവന്റെ ഉറവിടമേ, എൻ രക്ഷയിൻ പാറയേ, കൃപയും കരുണയുള്ളോനേ, എന്നെ വീണ്ടെടുത്തവനേ, അങ്ങ് സ്തുതിക്കു യോഗ്യൻ, എല്ലാ പുകഴ്ചകൾക്കും സർവമഹത്വത്തിനും യോഗ്യൻ നീ മാത്രമേ. അങ്ങ് സ്തുതിക്കു യോഗ്യൻ, എല്ലാ പുകഴ്ചകൾക്കും സർവമഹത്വത്തിനും യോഗ്യൻ നീ മാത്രമേ. ആരാധന അങ്ങേക്ക് ആരാധന, ആത്മാവിൽ നിറയുന്നു ആരാധന. ആരാധന അങ്ങേക്ക് ആരാധന, ആത്മാവിൽ നിറയുന്നു ആരാധന. നന്ദിയോടെ വാഴ്ത്തിടുന്നങ്ങയെ, ആരാധനയ്ക്ക് യോഗ്യനേ. നന്ദിയോടെ വാഴ്ത്തിടുന്നങ്ങയെ, ആരാധനയ്ക്ക് യോഗ്യനേ. അങ്ങ് സ്തുതിക്കു യോഗ്യൻ, എല്ലാ പുകഴ്ചകൾക്കും സർവമഹത്വത്തിനും യോഗ്യൻ നീ മാത്രമേ. അങ്ങ് സ്തുതിക്കു യോഗ്യൻ, എല്ലാ പുകഴ്ചകൾക്കും സർവമഹത്വത്തിനും യോഗ്യൻ നീ മാത്രമേ. അങ്ങ് സ്തുതിക്കു യോഗ്യൻ, എല്ലാ പുകഴ്ചകൾക്കും സർവമഹത്വത്തിനും യോഗ്യൻ നീ മാത്രമേ. അങ്ങ് സ്തുതിക്കു യോഗ്യൻ, എല്ലാ പുകഴ്ചകൾക്കും സർവമഹത്വത്തിനും